മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്ന സാന്ദർഭികമായിട്ടുള്ള ഒരു വരി സന്ദേശമുണ്ട്. ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയോടും കൂടി ത്യാഗഭാവത്തില് യജ്ഞഭാവത്തില് രാഷ്ട്രസേവനം, സമൂഹ സേവനം, ധാർമ്മികമായിട്ടുള്ള സേവന പരിപാടികളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ വരി. കർമ്മണി അകർമ്മ യ പശ്യത്, അകർമ്മണി കർമ്മ യ പശ്യതി സ പശ്യതി. അർത്ഥം പെട്ടെന്ന് മനസ്സിലാകുമെന്ന് തോന്നുമെങ്കിലും അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന തോന്നലുണ്ടാകാത്ത വിധത്തിൽ അത് ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കുമ്പോഴും ആ കർമ്മം ചെയ്യാത്തതിലും കർമ്മമുണ്ട് എന്ന തിരിച്ചറിയുക. അത് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആർക്കാണോ വ്യക്തമായിട്ട് കണ്ടുൾക്കൊള്ളാൻ സാധിക്കുന്നത് അവരാണ് വസ്തുതകൾ തിരിച്ചറിയുന്ന കാണുന്നവര്. അവരാണ് കാണുന്നവര്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഒരമ്മ കൊച്ചു കുട്ടിയെ വളർത്തുന്നത് അമ്മ അതൊരു ജോലിയായിട്ടേ കണക്കാക്കാറില്ല. പക്ഷെ അതുകൊണ്ട് അമ്മയ്ക്ക് കുട്ടിയെ വളർത്തുക എന്നുള്ളത് കർമ്മത്തിൽ കർമ്മമില്ലായ്മയെ അമ്മയ്ക്ക് കാണാൻ സാധിക്കുകയാണ്. ദൂരെ മാറി നിന്ന് വരുന്ന ഒരാൾ അമ്മയോട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് വീട്ടിൽ എന്താ പണി എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പം അമ്മ എന്താ പറയുക? രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ചെയ്തതിന് ശേഷം ഒരു 6:30 ആവുമ്പോൾ കുട്ടി എഴുന്നേക്കും. പിന്നെ ആ കുട്ടിയെ കുളിപ്പിക്കണം, ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്താ പണി എന്ന ചോദ്യത്തിന് അമ്മ ഉത്തരം പറയും, ഈ കുട്ടിയെ നോക്കലൊരു പണിയാണ്. അപ്പൊ ഏതമ്മയാണോ തൻ്റെ കുട്ടിയെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഒരു ജോലിയായിട്ടേ കാണാത്തത്, അതൊരു ഭാരമായിട്ട് കാണാത്തത്, അതൊരു വർക്കായിട്ട് കാണാത്തത്, അവരുടെ ഹാർട്ട് എങ്ങനെയാണോ ബീറ്റ് ചെയ്യുന്നത്, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണോ, അവരെങ്ങനെയാണോ ശ്വസിക്കുന്നത്, അതൊക്കെ അവർ ജോലിയായിട്ട് കാണാറില്ല. അതൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ, ശരീരാവയവങ്ങളുടെ പ്രവർത്തനമാണ്. അതാ ആ അവയവങ്ങൾക്കും ഒരു വർക്കായിട്ട് തോന്നാറില്ല, അവർക്കും വർക്കായിട്ട് തോന്നാറില്ല. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും അതിങ്ങനെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ സാധിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ ധർമ്മത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് പത്മശ്രീക്ക് വേണ്ടിയിട്ടോ അവാർഡിന് വേണ്ടിയിട്ടോ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭാര്യയെയും അമ്മയെയും അച്ഛനെയും മക്കളെയും സംരക്ഷിക്കുന്നത്, അതുപോലെ എൻ്റെ ധർമ്മത്തെയും എൻ്റെ രാഷ്ട്രത്തെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വീക്ഷണത്തെയും നിലനിർത്താൻ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊരു വർക്കല്ല, അതൊരു വർക്ക് ലോഡല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു സന്ദേശം. ഒരു വ്യക്തി അടുത്ത കാലത്ത് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, വടകരയിലുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്, നല്ല എനർജറ്റിക് ആണ്, എപ്പോഴും മൊബൈൽ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചോണ്ട് പോകും.
കുറേയധികം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ധരിച്ചത്. ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തത് കണ്ടപ്പോൾ നല്ല നല്ല അനുഭവം തോന്നിയിരുന്നു. ആ വ്യക്തി പെട്ടെന്ന് മാറി. പെട്ടെന്ന് മാറാനുണ്ടായ കാരണം അദ്ദേഹം പറയുന്നത്, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇത്രയും കാലം സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്കതിൻ്റെ പ്രതികരണം ഉണ്ടായത് നെഗറ്റീവായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ശരിക്ക് ത്യാഗഭാവത്തിൽ, സമർപ്പണ ഭാവത്തിൽ ആരെല്ലാം പ്രവർത്തിക്കുമ്പോഴും അത് പ്രവൃത്തിയാണ് എന്നും, ഞാൻ ത്യാഗഭാവത്തിലാണ്, സമർപ്പണ ഭാവത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും, ഇതിൻ്റെ റിവാർഡ് എന്നെങ്കിലും എനിക്ക് കിട്ടുമെന്നും, ആ റിവാർഡ് കിട്ടുന്നത് വരെ ഞാൻ ഇതേപോലെ പ്രവർത്തിക്കുമെന്നുമുള്ള രീതിയിൽ റിവാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് കർമ്മമാണ്. അതിൽ അകർമ്മത്തെ കാണാൻ സാധിക്കില്ല. എന്താ കാരണം? ആ കർമ്മം, ആക്ഷൻ, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ റിവാർഡ് പ്രതീക്ഷിക്കുന്നു. അകർമ്മമാണെന്ന് വിചാരിക്കുക. ഒന്നും ചെയ്യാത്തവൻ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുകയോ? ഇല്ലല്ലോ. ഒന്നും ചെയ്യാത്തവൻ അവാർഡ് പ്രതീക്ഷിക്കുകയോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് ധരിച്ച് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു പോകുന്ന ആളുടെ വീക്ഷണം എന്തായിരിക്കും? അയാൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അയാളിതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? അയാൾ പ്രവർത്തിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു കുട്ടിയെ അമ്മ വളർത്തുന്നത്, എങ്ങനെയാണോ ഒരു സന്യാസി തപസ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം യഥാകാലം കഴിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ കുളിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതൊന്നും നമ്മളുടെ ലിസ്റ്റ് ചെയ്യേണ്ട വർക്കിൻ്റെ രീതിയിലുള്ള വർക്കല്ലാതെ, അത് ജീവിതത്തിൻ്റെ പാർട്ടാണ്. അതൊരു എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വർക്കല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ഞാൻ ഇത്രയെല്ലാം ചെയ്തു എന്ന രീതിയിലൊരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. ഞാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് എൻ്റെ സന്തോഷത്തിനാണ്, എൻ്റെ സംതൃപ്തിക്കാണ്. ആ സന്തോഷവും സംതൃപ്തിയും സെൽഫിഷ്നെസ്സിൻ്റെ സന്തോഷമല്ല, സെൽഫിഷ്നെസ്സിൻ്റെ സംതൃപ്തിയല്ല, മറിച്ച് ത്യാഗത്തിൻ്റെ സംതൃപ്തിയും ത്യാഗത്തിൻ്റെ സന്തോഷം. സിനിമാ നടൻ ഇന്നസെൻ്റ് ഒരിക്കൽ പറയുകയുണ്ടായി, എടുക്കുമ്പോൾ വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാളേറെ സന്തോഷം കൊടുക്കുമ്പോഴാണ്, ത്യാഗം ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് മുഴുവനും അദ്ദേഹം ആശുപത്രികൾക്ക് മാമോഗ്രാം വാങ്ങിക്കാനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ആ കൊടുക്കലിലെ സന്തോഷം വേണ്ടെന്ന് വെക്കലിലെ സന്തോഷമാണ്. അപ്പം കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്ന ആള് ആ കർമ്മം ഞാൻ ചെയ്തു എന്നുള്ള ചിന്തയേ ഇല്ല. ആ കർമ്മത്തിൻ്റെ റിസൾട്ടിലും റിവാർഡിലും അയാൾക്ക് ചിന്തയില്ല. കർമ്മം ചെയ്യുന്നതിനെയും റിസൾട്ടിനെയും റിവാർഡിനെയും അദ്ദേഹം വേണ്ടെന്ന് വെക്കുന്നു. മാനസികമായിട്ട് വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് രാഷ്ട്രസേവനത്തിന് ഇറങ്ങുന്നവര്, ധർമ്മസേവനത്തിന് ഇറങ്ങുന്നവര്, നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ഈ ഒരു വീക്ഷണമുള്ളവരായിരുന്നു. ഈ ഒരു വീക്ഷണമായിരുന്നു അവരുടെ മനസ്സിൽ ഇച്ഛാശക്തിയായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി നിലനിന്നത്. ഇപ്പൊ കർമ്മണി അകർമ്മ, അകർമ്മണി കർമ്മ യ പശ്യതി സ പശ്യതി. അയാളെ യാഥാർത്ഥ്യം കാണുന്നുള്ളൂ. ഇത് ഭഗവത്ഗീതയിലെ ധന്യമായിട്ടുള്ള ഒരു ചെറിയ വാക്കാണ്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും. അകർമ്മത്തിൽ കർമ്മത്തെ എന്നുള്ളതിന് ഒരു വരി കൂടി പറയാം. ഒന്നും ചെയ്യാതിരിക്കുന്നത് അത് ഞാൻ കർമ്മം ചെയ്യാണെന്നുള്ള ധാരണയിലല്ല. ഒന്നും ചെയ്യുന്നില്ല, കാരണം അത് എടുത്തു പറഞ്ഞ് ഞാൻ ചെയ്തു എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓർമ്മിക്കാനുള്ളത്, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കുറേ കൂടി ചിന്തിക്കുക. വളരെ സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് തോന്നുന്നതെടുത്ത് നമ്മൾ ചോദ്യം ചോദിക്കരുത്, നല്ലോണം ചിന്തിക്കാം. യൂട്യൂബിൽ ധാരാളം വ്യക്തികൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, നല്ല ചോദ്യമാണ്. പക്ഷേ ചോദ്യത്തിന് ഉത്തരം പുറമേ നിന്ന് ഒരാളിൽ നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം അവനവൻ ചിന്തിച്ച് പല പല ഉത്തരങ്ങളും ഒരേ ചോദ്യത്തിന് ഉണ്ടാവും. അതെല്ലാം കൂടി ക്രോഡീകരിച്ച് നോക്കാം. പ്രണാമം, നമസ്കാരം.